ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഓട്സ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ 1.5 കപ്പ് റോൾഡ് ഓട്സ് ചേർത്ത് കൊടുക്കാം. റോൾഡ് ഓട്സ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നതാണ് വളരെ നല്ലത്. ഇത് ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. 5 മിനിറ്റ് തന്നെ ഞാനിത് വറുത്തെടുക്കാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 ഉണക്കമുളകും 2 പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണിത്. ഇതിലേക്ക് കുറച്ച് പച്ചക്കറി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ക്യാപ്സിക്കം, നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 3-4 മിനിറ്റ് ഇതേപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ 1.5 കപ്പ് ഓട്സിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് കുഴഞ്ഞ പരുവത്തിലായിപ്പോയി എന്നൊക്കെ. ഇതേ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാൻ കഴിയും. വെള്ളമൊന്ന് തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറുത്ത ഓട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോയിലിട്ടിട്ട് നമുക്ക് ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഓട്സിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെ തുറന്ന് വെച്ച് നമുക്കൊരു 2 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്മാവ്, പെർഫെക്റ്റ് ഓട്സ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വളരെ ഉപകാരപ്രദമായിരിക്കും. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.